മത്സരത്തിൽ ഏകദേശം 5000-ലധികം എൻട്രീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മുടെ ജഡ്ജസ് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള, ഒരുപാട് ബുദ്ധിമുട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള 50 സെമി ഫൈനലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ 50 ബിരിയാണി ദം സ്റ്റാർസ് ആണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്, മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. ഹായ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, അപ്പോൾ മലബാറിലെ ഏറ്റവും വലിയ ബിരിയാണി പാചക മത്സരത്തേക്ക് നമുക്കും ഒരു സെലക്ഷൻ കിട്ടിട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടായതെന്നറിയാം. അപ്പോൾ നമ്മൾ മാധ്യമം പത്രത്തിലൊരു പരസ്യം കണ്ട്, അപ്പോൾ മോനെ അതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അതിലേക്ക് ബിരിയാണി നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്ത് അയക്കാനും അതിനെ പറ്റിയുള്ള ഓരോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുങ്ങാണ്ട് മോനെ അയച്ചപ്പോൾ അപ്പോൾ നമുക്ക് അതിൽ സെലക്ഷൻ കിട്ടി. 5000 ആളെ ആണ്, 5000 ബിരിയാണീൻ്റെ വീഡിയോ വന്നിട്ട് അതിൽ 50 ആളെയാണ് കേട്ടോ തിരഞ്ഞെടുത്തുകിട്ടത്. അപ്പോൾ അതിക്ക് നമ്മൾ സെലക്ഷൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഞാൻ അയച്ച വീഡിയോ കണ്ടത് യൂട്യൂബിലിട്ട ഒരു ചെറിയ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടത്. അതിൻ്റെ റെസിപ്പി അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അയച്ചു കൊടുത്ത്. അപ്പോൾ നമുക്ക് സെലക്ഷൻ കിട്ടിയാണ്ട് സെമി ഫൈനൽ മത്സരത്തേക്ക് സെലക്ഷൻ കിട്ടിയ ഫോട്ടോ അതിൻ്റെ ഇതാണ് അയച്ചു തന്നിട്ടുണ്ടത്. അപ്പോൾ നമ്മളോട് അത് ഷെയർ ചെയ്യാനും ഒക്കെ പറഞ്ഞിനി. അപ്പോൾ നമ്മളതൊന്നും ചെയ്തില്ല കേട്ടോ. നമുക്കൊരു പേടി, എല്ലാവരെയും അറിയിക്കാനൊക്കെ ഒരു പേടി. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വന്നെത്തി ഇന്ന് സെമി ഫൈനലിൽ പോവാണ്ട്. അപ്പം ബിരിയാണി വെച്ചുങ്ങാണ്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ പെരിന്തൽമണ്ണയാണ് നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിരാവിലെ എണീച്ചുങ്ങാണ്ട് ബിരിയാണി വെക്കുകയാണ് കേട്ടോ. ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ്. 1.5 കിലോ ബിരിയാണിയാണ് ഞാൻ വെക്കേണ്ടത്. പിന്നെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നമ്മളെ നാട്ടിൽ കല്യാണ ബിരിയാണി എന്നാണ് പറയല്. അപ്പോൾ അതിനു വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതിരാവിലെ ഇട്ടത്. അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണ എത്തണം, 2 മണിയാകുമ്പോഴത്തേനും പെരിന്തൽമണ്ണ എത്തണം. അവിടെ വെച്ചാട്ടം നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചൊന്നും വീഡിയോ നമ്മൾ എടുത്തതാട്ടോ. ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, എടുക്കാനായിട്ട് സമയമില്ല. അപ്പോൾ നമുക്കിങ്ങനെ സെലക്ഷൻ കിട്ടിയപ്പോൾ അപ്പോൾ മാനോടും കാക്കാനോടൊക്കെ ചോദിച്ചപ്പോൾ ഒല്ലൊന്നും വലിയ ഇത് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നല്ല അരിയൊക്കെ എടുത്തുകാണ്ട് നമ്മൾ വെച്ചതാണ്. അപ്പോൾ ഈ റോസ് ബ്രാൻഡ് അരിൻ്റെ കമ്പനി ആട്ടത് അരിയാണ്, പിന്നെ അരിൻ്റെ കമ്പനിയായിട്ടത് നടത്തേണ്ടത്. അതിന് ശരിക്കും പറയാൻ കിട്ടുന്നില്ല, അതാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ച് അപ്പോൾ നെയ്ച്ചോറ്റും കൈ ഇതൊക്കെ ഇട്ടുകാണ്ട് അപ്പോൾ ആ ബിരിയാണി ആയിട്ട് ഞാൻ ആദ്യത്തെ ദിനം അയച്ച് കൊടുത്തുകൊണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വെച്ച് നന്നായിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിട്ടാ ബിരിയാണി. അപ്പോൾ നമ്മൾ കാട്ടിയും വലിയ താല്പര്യം മക്കൾക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പേപ്പറിൽ വന്നതാണിത്. സെമി ഫൈനൽ മത്സരം ദം ബിരിയാണി, ദം ബിരിയാണി എന്നാണ്. അപ്പോൾ ഇവരാണ് ജഡ്ജിമാരിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള ജഡ്ജിമാരാണിത് ഈ താഴത്ത് കാണുന്നത്. മറ്റേത് ഫൈനൽ മത്സരത്തിനുള്ള ജഡ്ജിമാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ബിരിയാണിയൊക്കെ ആയിട്ട് ബിരിയാണി ആട്ടത്. അപ്പോൾ ബിരിയാണിയൊക്കെ ചെമ്പിലാക്കിങ്ങാണ്ട് അപ്പം എൻ്റെ അടുത്ത് അതിനുള്ള ഈ ബിരിയാണി പോട്ടില്ലേനിട്ട്. അപ്പോൾ നമ്മളെ മുത്തച്ചങ്കാക്കുൻ്റെ മരുളേക്കൊന്നൊരു പാത്രമൊക്കെ വാങ്ങിക്കാണ്ട് അതിൽ ചോറൊക്കെ ആക്കിക്കാണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ടെൻഷനും ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ഇതൊന്നും അറിയാനും പറ്റണില്ല. പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷന് അപ്പം എല്ലാത്തിനും ഇങ്ങനെ മാർക്ക് ഇട്ട് തരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാക്കാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പം അല്ലാതെ ആരും എത്തിയിട്ടില്ല. 2 മണിയായപ്പോഴത്തേന് നമ്മൾ അവിടെ എത്തിക്കണേ. 2 മണിയല്ല, 1:30 ആയപ്പോഴത്തേന് എത്തിക്കണം കേട്ടോ. 12 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റാണ് ഇട്ടിക്കേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് നമ്മളെ ഈ കിച്ചൺ കോട്ട്, പിന്നെ ഷെഫിനുള്ള തൊപ്പി അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ്. അതൊക്കെ പിന്നെ ആയി തുടങ്ങിയിരിക്കണേ. അപ്പോൾ അതിനുള്ള ഇതൊക്കെ അതിന് ഇരിക്കാനുള്ള ടേബിളാണ് ഇട്ടത്. 50 ആക്കി ഇരിക്കാനുള്ള. അപ്പം എൻ്റെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ, എൻ്റെ കുടുംബക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് എല്ലാവരും അറിയൽ. അപ്പോൾ നല്ല പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഒരു ലൈക്ക് തന്നുകാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും കൊണ്ടുവന്ന ബിരിയാണികളാണിട്ടത്. അപ്പോൾ ഓരോരുത്തർ കുറച്ചാളൊക്കെ വന്നിട്ടുള്ളൂ, എത്താനാണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. അപ്പോൾ ഒരു പറഞ്ഞതിനനുസരിച്ചാട്ടാ പിന്നെ ഇത് വിളമ്പി വെക്കൽ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടമ്മമാരൊക്കെ പിന്നെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കിക്കൊണ്ട് നിൽക്കല്ലേ. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് മുതലാക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പെരിയിലിങ്ങനെ ഇരുന്ന് നമ്മൾ പല ടെൻഷനും കാര്യങ്ങളും എല്ലാമായിട്ട് കഴിയേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുപ്പ് നടക്കുക കേട്ടോ. അതൊക്കെ ഉണ്ട് നമുക്ക് കിട്ടിയ കോട്ടും പിന്നെ ആ കിച്ചൺ കോട്ടും പിന്നെ ഷെഫിൻ്റെ തൊപ്പി ഒക്കെ ഉണ്ടിട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും നമ്മൾ പായാക്കരുത് കേട്ടോ. ഇതിലിപ്പോൾ പ്രായപരിധിയൊന്നും ഇല്ല കേട്ടോ ഇതിന്. അപ്പോൾ അതിൽ
പ്ലസ് ടുവിന് പഠിക്കണ 2 കുട്ടികളുണ്ട്, പിന്നെ 72 വയസ്സായ ഒരു അമ്മ ഉണ്ട്. പല സൈസ് ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളോട് വിളമ്പി വെക്കാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഞങ്ങൾ ഇരുന്നുകാണ്ട് എല്ലാവരും വിളമ്പി വെക്കുകയാണ്. പലതരം ബിരിയാണി ഉണ്ട് കേട്ടോ. പിന്നെ ചെമ്മീൻ ബിരിയാണി, നണ്ട് ബിരിയാണി, പിന്നെ ഒരമ്മ അത് ഇറച്ചി കൂട്ടൂലല്ലോ, അപ്പോൾ അത് കപ്പ ബിരിയാണിയാണ് കേട്ടോ വെച്ചുകൊണ്ട് നിൽക്കേണ്ടത്. കപ്പക്ക് പിന്നെ ബിരിയാണീൻ്റെ സാധനമൊക്കെ ഇട്ടുകാണ്ട് വെച്ചതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ബിരിയാണി ഉണ്ട്. 50 ആൾ 46 ആൾ വന്നിക്കണം കേട്ടോ. 50 ആൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കേണ്ടത്. പിന്നെ പാലക്കാട്ടിൽ നിന്ന് വന്നോല് പിന്നെന്താണ് റാവുത്തർ ബിരിയാണി കേട്ടോ കാണുന്നത്, ഒരു ചുവന്ന നിറത്തിൽ. പിന്നെ ഓരോരുത്തർ ബിരിയാണിൻ്റെ പേരൊക്കെ എഴുതിയ ബോർഡും വെച്ചിക്കണ്. നമുക്കതൊന്നും അറിയില്ല കേട്ടോ, ഒന്നാമത് കുറേ ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ബിരിയാണി ഇട്ടത് ഞാൻ എടുത്ത് വെക്കുകയാണ്. പല സൈസ് ബിരിയാണി ഉണ്ട് കേട്ടോ. ഓരോരുത്തർ പിന്നെ അതിനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളെ മഞ്ഞളാങ്ങി അലി എന്നറിയില്ലേ MLA പെരുന്തൽമണ്ണൊക്കെ. അപ്പം എന്നോട് വന്നാണ് ചോദിക്കാട്ടാ. മൂപ്പര് ചോദിക്കേണ്ടത് എന്താ ബിരിയാണിൻ്റെ പേരെന്നാണ്. അപ്പോൾ എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കല്യാണ ബിരിയാണി എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓരോ ബിരിയാണിക്കും ഓരോരോ പേരുള്ളതല്ലേ. പിന്നെ ഫോട്ടോക്കലും ഭയങ്കര രസമുള്ള പരിപാടി. അങ്ങനത്തെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണുമ്പോഴേ നമ്മൾ പല വൈക്കും പോകണമെന്നായിട്ട് തന്നെ എന്നെക്കാട്ടി താല്പര്യം മക്കൾക്കാണ് കേട്ടോ. അവരാണ് ഇങ്ങനെ സമയം ചെയ്തു തരുന്നത്, പിന്നെ പോകാനുള്ള ആവേശം വരുത്തിക്കുന്നവരാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് മത്സരാർത്ഥികളുടെ നിന്ന് മാറി നിൽക്കാം. മത്സരാർത്ഥികൾ സമയം ഇതിൻ്റെ റിസൾട്ട് ഇന്ന് തന്നെ അറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. അത് കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ട്, കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഇപ്പോൾ 5 ആളെ തിരഞ്ഞെടുക്കലിട്ടാണ്. പിന്നെ എല്ലാവർക്കും സമ്മാനം, ഒരുപാട് സമ്മാനം അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഒന്നായിട്ട് ഇതിലിടാൻ പറ്റും. സ്വാഗതം. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മത്സരാർത്ഥികളെയും ഒപ്പം വന്നതികളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്സരാർത്ഥികൾക്ക് നല്ല ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള സമയവും നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, അത് അവസാനിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. സാമുദായിക ഐക്യവും സാംസ്കാരിക ഉന്നമനവും മുൻനിർത്തി മാധ്യമം സാമൂഹിക പ്രതിബദ്ധതയുള്ള മെഗാ എല്ലാവരും നിരത്തി വെച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. ഭയങ്കര ടെൻഷനും ഉണ്ട്. എന്താ നോക്കുക, പല ഓരോരുത്തരും ഭയങ്കര പ്രസൻറ്റേഷനും ചെയ്തുകൊണ്ട് നല്ല ഇതിലൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് അമ്മ അങ്ങനെയൊന്നും അറിയില്ല. റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് പ്രസൻസ് ദം ബിരിയാണി കോntest colored by Amcos Paints oil partner Aditi Sunflower Oil, platinum partner Parisons Liberty, Hafley, co-sponsors Nice Halwa, Bochi Tea Family Wedding Center, gift partners Flora Fantasia, Minolta, radio partner Red FM. മാധ്യമത്തിൽ നിന്നുള്ള നമ്മുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദം ബിരിയാണി കോntestലേക്ക് ഏവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ല കൈയടിയോടുകൂടി നമുക്ക് തുടങ്ങിക്കൂടെ? ഈ കൈയടി ആക്ച്വലി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മുടെ ഈ മത്സരത്തിൽ ഏകദേശം 5000-ലധികം എൻട്രീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ 50 ബിരിയാണി ദം സ്റ്റാർസ് ആണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്, മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇരിക്കട്ടെ ആദ്യത്തെ കൈയടി. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവർക്ക് 50 പേർക്കും ഒരു ഗംഭീര കൈയടി കൊടുക്കാം. 5000-ൽ നിന്നൊരു 50 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ശരിക്കും നിങ്ങൾ എല്ലാവരും വിജയികളാണ്. എന്നിരുന്നാലും മലബാർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്ന മലബാറിലെ ആ ബിരിയാണി ദം സ്റ്റാർ ആരാണെന്ന്, അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്നുള്ള മലയാളി ബിരിയാണി ദം സ്റ്റാർ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണിന്ന്. ഈ പരിപാടിയുടെ സെമി ഫൈനൽ ഇന്നലെ നമ്മൾ കണ്ണൂരിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ആ മത്സരത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം.
പരിപാടിയാണ് നമ്മളിവിടെ കണ്ടത്. എങ്ങനെയുണ്ട്? കണ്ണൂരിനെക്കാട്ടും അടിപൊളിയാവില്ലേ നമ്മുടെ മലപ്പുറത്തെ കോൺടെസ്റ്റ്? ഒരു ഉഷാറില്ലല്ലോ മലപ്പുറത്തിന്? അടിപൊളിയാവില്ലേ? ഒരു നല്ല കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ അതിഥികളെ. ആദ്യം തന്നെ ദം ദം ബിരിയാണി കോൺടെസ്റ്റിന്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇനി നടക്കുന്നത്. ഏറ്റവും ആദ്യം ഞാൻ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലപ്പുറം മാധ്യമം ഡെയിലി റെസിഡന്റ് എഡിറ്റർ ശ്രീ ഇനാം റഹ്മാൻ ഓൺ ടു ദ സ്റ്റേജ്. നിറഞ്ഞ കയ്യടികളോടെ ശ്രീ ഇനാം റഹ്മാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം സർ. മാധ്യമം കുടുംബവും റോസ് ബ്രാൻഡ് ബിരിയാണി റൈസും ചേർന്ന ഒരു ബിരിയാണി കോൺടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമാണ്. പൊതുപ്രവർത്തകൻ, സിനിമാ നിർമ്മാതാവ്, ബിസിനസ്സുകാരൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള വ്യക്തിത്വം. അതിലുപരി നമ്മൾ പെരിന്തൽമണ്ണക്കാരുടെയും മങ്കടക്കാരുടെയും പ്രിയങ്കരനായ വികസന നായകൻ, നമ്മുടെ ഈ വേദി നിൽക്കുന്ന പെരിന്തൽമണ്ണ നിയമസഭ മണ്ഡലത്തിലെ മുൻ അംഗം, മുൻ മന്ത്രി, നിലവിൽ മണ്ഡല മണ്ഡലത്തിലേക്കാണ് കോൺടെസ്റ്റിലെ ഉദ്ഘാടന പരിപാടിയിലേക്ക്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മാധ്യമം ബിസിനസ് സൊല്യൂഷൻസ് കൺട്രി ഹെഡ് ശ്രീ ജുനൈസ് കെ. നടത്തിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പങ്കാളിത്തമാണ് അതിലുണ്ടായത്. 5000-ഓളം എൻട്രീസിൽ നിന്നാണ് നമ്മൾ 3 കേന്ദ്രങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. ഇന്നലെ അത് കണ്ണൂർ നടന്നു. 50 പേരാണ് അവിടെ പങ്കെടുത്തത്. ഇന്നിപ്പോൾ ഇത് പെരിന്തൽമണ്ണയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ കടക്കാർക്കുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റവാക്കിൽ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സെലിബ്രിറ്റി ഗസ്റ്റുകളുണ്ട്, അതുപോലെ ഷെഫുകളുണ്ട്. അവരെയും എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തതായി ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ മഞ്ഞളാംകുടി അലി സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയനായ വ്യക്തിത്വങ്ങളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരനായ ബിരിയാം എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. ശരിക്കും അത് പറയാറുണ്ട് ബിരിയാം കഴിച്ചോ. ശരിക്കും അതിൻ്റെ പേര് ബിരിയാണി എന്നല്ല, ബിരിയാം എന്നാണ്. പക്ഷെ നമ്മളത് ലോപിച്ച് ബിരിയാണിയാക്കി വിടാൻ പല രീതിയിലുള്ള ബിരിയാണികളുണ്ട്. അഫ്ഗാനി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, ഒറിജിനൽ ഇറാൻ ബിരിയാണി. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് പാലക്കാടൻ ബിരിയാണി, പാലക്കാടൻ റാവുത്തർ ബിരിയാണി, വെജിറ്റേറിയൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കപ്പ ബിരിയാണി ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയൊക്കെ അധികം വകഭേദങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം കണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നടന്നപ്പോൾ ഇനാം എന്നോട് പറഞ്ഞത് അവസാനം വയറ് നടന്നു. കാരണം മാധ്യമം ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ മോശമാവില്ല എന്നുള്ളതാണ്. ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ വീഡിയോ സ്ക്രീൻ പ്ലീസ്. 20 വർഷമായി പാചകരംഗത്ത് സജീവം ഷെഫ് വിനോദ് വടശ്ശേരി സ്മോക്കഡ് ബീഫ് ബ്രിസ്ക്കറ്റ് ആദ്യമായി മലപ്പുറത്തെത്തിച്ച് ഭക്ഷണ പ്രേമികളുടെ ഇഷ്ട ഷെഫായി മാറിയ വിനോദ് റെസ്റ്റോറന്റ് കൺസൾട്ടൻസിക്കൊപ്പം പാചക മത്സരത്തിൽ വിധികർത്താവായും വടശ്ശേരി ഓൺ ടു ദം ദം ബിരിയാണി കോൺടെസ്റ്റ്. അടുത്ത നമ്മുടെ ജഡ്ജ് മിസ്റ്റർ ഷമീം അഹമ്മദ്. എഞ്ചിനീയറിംഗ് അല്ല, വിരുന്നൂട്ടുകയാണ് തന്റെ പാഷൻ എന്ന് തിരിച്ചറിഞ്ഞ സെലിബ്രിറ്റി രുചി കുക്കിംഗ് പ്രോഗ്രാമിലൂടെ മലയാളിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഷമീം അഹമ്മദ് ഓൺ ടു ദം ദം ബിരിയാണി കോൺടെസ്റ്റ്. അടുത്ത നമ്മുടെ ജഡ്ജ് മിസസ് തസ്നി ബഷീർ. തനി നാടൻ വിഭവങ്ങൾ തയ്യാറാക്കിയ സോഷ്യൽ മീഡിയയിൽ. ഇനി നമ്മുടെ അതിഥികളും ജഡ്ജസും എല്ലാം ചേർന്നിട്ടുള്ള ഫോട്ടോ സെഷനാണ്. 3 വലിയ ഷെഫുമാരാണ് ജഡ്ജ് ചെയ്യേണ്ടത്. തസ്നി ബഷീർ അതിഥികളും എല്ലാം ചേർന്നിട്ടുള്ള ഫോട്ടോ സെഷനാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയിക്കാര വിനോദ് എന്ന് പറഞ്ഞ ഷെഫ്. അപ്പോൾ പിന്നെ ഇത് ഫോട്ടോ എടുക്കലട്ടോ, ഓരോ കൂട്ടം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പം എല്ലാവരും എനർജി നിങ്ങളുടെ ശബ്ദം കേൾക്കില്ലല്ലോ. ഒന്നുകൂടെ 3, 2, 1. Over to the judges. നമ്മുടെ ജഡ്ജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. മാധ്യമം കുടുംബവും റോസ് ബ്രാൻഡ് ബിരിയാണി മലപ്പുറം പാലക്കാട് ജില്ലയിലെ സെമി ഫൈനൽ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മത്സരം തുടങ്ങിയിരിക്കണേ. എല്ലാ മത്സരാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ജഡ്ജസ് ജഡ്ജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒക്ടോബർ 16 ശരിയായിട്ടുള്ള ഉത്തരം. നല്ല കൈയടി എന്താ പറയണെന്ന് വിചാരിച്ചിട്ടാണ്. ഭയങ്കര പേടിന് പോയ ധൈര്യമൊക്കെ പോയിട്ടാ. ഒരിങ്ങനെ മത്സരാർത്ഥികൾക്കും സൗകര്യമാകുന്ന രീതിയിൽ
പ്രസന്റ് ചെയ്യാനും കുടുംബവും റോസ് ബ്രാൻഡ് ബിരിയാണി റൈസും ചേർന്ന് ഒരുക്കുന്ന ദം ബിരിയാണി കോൺടെസ്റ്റിന്റെ വേദിയിൽ നമുക്ക് വേണ്ടി ആദ്യത്തെ പാട്ട് പാടുന്നത് മുനീറാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് എല്ലാവരും പിന്നെ കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചുരുക്കിയിട്ടതാണ് കേട്ടോ. അതിനെ ഒന്നിൽ കഴിഞ്ഞിട്ടില്ല, 2 വട്ടാക്കി കണ്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് എല്ലാവർക്കും കാണുമ്പോൾ രസമാണ്. ഇക്കാരം ആരൊക്കെയും കാണുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കും വേണം. അതാ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പാലക്കാട് നിന്ന് വന്നതാണ്, അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനൊക്കെ മാർക്കുണ്ട് കേട്ടോ. അതിൻ്റെ ആ പ്രസൻറ്റേഷനോ പിന്നെ ഒന്നാമത് എനിക്ക് ഒരു വിധമൊന്നും അറിയില്ല കേട്ടോ. എന്തൊക്കെയാണ് കൊണ്ടുപോകണം, പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണം ഒന്നും അറിയില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പങ്കെടുക്കുക കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അതിലൊക്കെ ഒന്ന് തപ്പണ്ടീനി, അതൊന്നും ചെയ്തതുമില്ല, ഒന്നും നോക്കിയതുമില്ല. അച്ഛൽക്ക് പോയും ചെയ്ത്. വലിയ ഷെഫുമാരാട്ടാ ഇവരെ പറ്റി എല്ലാവർക്കും അറിയിക്കാരോ. 3 ഷെഫുമാരാണിത് ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഇവൾ പാലക്കാട് നിന്ന് വന്നാണ് കേട്ടോ. നമ്മൾ റാവുത്തർ ബിരിയാണിയാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ലാണ്ട് ഉടച്ച് നോക്കണുണ്ട് വെന്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരാളോട് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റെതാട്ടാ. അപ്പം ഇൻ്റെത് അവളും ഇങ്ങനെ മോനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കണ്ടേ. നമ്മുടെ ജഡ്ജസും കോൺടെസ്റ്റൻറ്റും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ പാട്ടുകളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. പകരം നമുക്ക് ചോദ്യങ്ങളൊക്കെ ആകാം. ഒരു ഗംഭീര കൈയുടെ ഒരിക്കൽ കൂടെ നൽകാം. ഒരു അടിപൊളി പാട്ട് നമുക്ക് വേണ്ടി പാടിത്തന്നതിൽ, നമ്മളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യുന്നതിന്, ദം ബിരിയാണി സ്റ്റാർ കോൺടെസ്റ്റിന് ഒരു ഗംഭീര തുടക്കം തന്നതിന്. എന്തായാലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മത്സരാർത്ഥികളോട് പറയാനുള്ളത്, ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാനും നമ്മുടെ ഫുൾ കോമ്പറ്റീഷൻ, നമ്മുടെ ജഡ്ജ്മെൻറ്റ് മൊത്തം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് കൂടെ ഈ ബിരിയാണി അങ്ങ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കാമെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ച് സമയം കൂടെ നമുക്ക് ക്ഷമിച്ചിരിക്കാം. ഈ ബിരിയാണി കോമ്പറ്റീഷനിലെ ജഡ്ജസിൻ്റെ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. കൂടെ വന്ന കുടുംബക്കാർക്കും എല്ലാവരോടും കൂടെ ആയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി കോൺടെസ്റ്റ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള പാലക്കാടിൻ്റെ റാവുത്തർ ബിരിയാണിയാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അവതാരക ഇങ്ങനെ പല പരിപാടി അവിടെ നടത്തുന്നുണ്ട്. ഒപ്പമുള്ളവർക്കൊന്നും ബോറടിക്കാതിരിക്കാനും പിന്നെ ഈ പറയണമെന്ന് അങ്ങോട്ടും കൂടി കേൾക്കാതെക്കാൻ വേണ്ടിയിട്ട്, ജഡ്ജ് ചെയ്യുന്നൊന്നും അങ്ങോട്ട് കേൾക്കാതെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പാട്ടും കളിയും അതൊക്കെ നടത്തുന്നുണ്ട്. ഞാനിട്ടത് റെസിപ്പിയിൽ നിന്നും സെലക്ട് ചെയ്ത കുട്ടി ഷെഫിന്റെ പേരെന്താണ്? നല്ല ബീഫ് ബിരിയാണിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പ പഠിപ്പിച്ച റെസിപ്പിയാണ് അല്ലേ? എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. നമുക്ക് കോഴിക്കോടുള്ള ഫൈനൽ കാണാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ കുട്ടി ഷെഫിനെ പരിചയപ്പെട്ടു. എവിടെയായിരുന്നു സ്ഥലം? സെമി ഫൈനലിസ്റ്റിൽ ഒരാളാണ്. ഇനി കുറച്ചുകൂടെ മുതിർന്ന ഒരു ഷെഫ്, അത്ര മുതിർന്ന അല്ല എന്നാൽ +2 പഠിക്കുന്നത് അല്ലേ? പേര് ഇപ്പം പറയൂ. ഞാൻ ഇത് +2 പഠിക്കുന്നത്. എവിടെ സ്ഥലം? ഏതാണ് ബിരിയാണി? ഇത് ആരുടെ റെസിപ്പിയാണ്? ആര് പറഞ്ഞു കേട്ടിട്ടുള്ള റെസിപ്പിയാണ്? ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ കുക്കിംഗ് ഒക്കെ ഉണ്ടോ? ബിരിയാണി അല്ലാതെ
പറഞ്ഞല്ലോ 5000-ത്തിലധികം റെസിപ്പീസ് നമുക്ക് കിട്ടിയതിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടി വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷനിൽ നിന്നും നമ്മുടെ ജഡ്ജസ് തിരഞ്ഞെടുത്തിട്ടുള്ള മത്സരാർത്ഥികൾ 50 ഫൈനലിസ്റ്റ് സെമി ഫൈനലിസ്റ്റുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇനി വേറൊരു വെറൈറ്റി ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. വേറെ ഏതാണ് ഉമ്മയുടെ പേര് പറയുമോ? സ്ഥലം പാലക്കാടല്ല, പാലക്കാടൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബാക്കിയുള്ളതുണ്ട്. അതുവരെ 2 വട്ടം ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമതൊന്നും കൂടി വന്നുകാണ്ട് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് മാർക്ക് ഇടേണ്ടത്. ഭയങ്കര പരിപാടിയില്ലേ, എല്ലാം പിന്നെ നല്ല നോക്കി കണ്ടൊക്കെ മാർക്ക് ഇടാനാണ്. ഇപ്പോൾ 2 വട്ടം മാർക്ക് ഇട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് പിന്നെ എല്ലാവരും കൊണ്ടുകാണ്ട് ഇങ്ങനെ കഴിച്ചു പോവുകയാണ്. ഇങ്ങനെയുണ്ട് പിന്നെ വെച്ചത്. അപ്പോൾ ആ ജഡ്ജി പറയണേ, ഞാൻ ഇന്നലെ രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, ഇന്ന് ജഡ്ജ് ചെയ്യാനുള്ളതുകൊണ്ട് പിറ്റേന്ന് 2-3 മണിയൊക്കെയാണ്, അതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയേണ്ടത്. അപ്പോൾ ഇവർക്ക് ടേസ്റ്റ് കിട്ടുള്ളേക്കാരേ വയറിങ്ങനെ കാലിയൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ 2-ാം വട്ടം ഇട്ടതാണ്. 2-ാം വട്ടം വന്നുകൊണ്ട് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാണ് അവർക്ക് മാർക്ക് നിജപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇനിയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ ഒരു ധൈര്യമായി. എന്താണ് എങ്ങനെയാണെന്നുള്ള യാതൊരു ഐഡിയ. എന്തായാലും അടുത്തത് നമ്മുടെ സെക്കൻഡ് റൗണ്ട് ജഡ്ജ്മെന്റ് അവസാനിച്ചതിന് ശേഷം എല്ലാ മത്സരാർത്ഥികളും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ടാവും, പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നുണ്ടാവും. അപ്പോൾ മത്സരാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുമ്പം ഏറ്റവും ആദ്യം നിങ്ങൾ ആ കാണുന്ന ദം ബിരിയാണി കോൺടെസ്റ്റിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ മത്സരാർത്ഥികൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരുകൾ വിളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ആദ്യം അവിടെ കാണുന്ന ദം ബിരിയാണി സ്റ്റാറിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം വേണം സ്റ്റേജിൽ വന്ന് നമ്മളുടെ സമ്മാനങ്ങൾ വാങ്ങിക്കാൻ. നമ്മുടെ പേരുകൾ വിളിക്കുന്നുണ്ടാവും ഈ ഓർഡറിൽ തന്നെ, അതായത് 1, 2, 3 എന്ന് പറയുന്ന ഈ ലിസ്റ്റ് പേരുകൾക്കനുസരിച്ചായിരിക്കും നമ്മൾ വിളിക്കുക. നിങ്ങൾ ഓരോരുത്തരും ആദ്യം ആ ബാക്ക് ഡ്രോപ്പിന് അവിടെ ചെന്ന് ഫോൺ നമ്പർ പറയാം. ഇപ്പോൾ 2-ാം വട്ടം വന്ന് കണ്ടാട്ടെ ജഡ്ജ് ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങൾ തൊപ്പിയൊക്കെ കുറേ ഏറ്റവും അവസാനത്തെ ലക്കി ഡ്രോ വിന്നർ ഒരു ഗംഭീര കൈയടി കൊടുക്കാം. ഇന്നത്തെ ഈ വേദിയിലെ ഏറ്റവും ഒരുക്കുന്ന ലക്കി ഡ്രോ സമ്മാനം സ്വന്തമാക്കിയ സുരേഷിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് സമ്മാനം കിട്ടിയതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ടേ ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.